അവരോട് എന്ത് ചോദിക്കും? പരസ്യമായിട്ടാണ് CP ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത്? തീരുമാനിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ആരുന്നതിൽ തീരുമാനമുണ്ടായില്ല എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ല. ഉപനേതാവ് പദവി നൽകണമെന്ന് CPI പരസ്യമായി ആവശ്യപ്പെട്ടതിൽ CPMന് കടുത്ത അതൃപ്തിയുണ്ട്. ഉപനേതാവ് പദവിയിൽ തീരുമാനമായില്ലെന്ന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചർച്ചകൾ വളരെ തകൃതിയായി CPMൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനാകാം പ്രതിപക്ഷ നേതാവ് എന്നുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തങ്ങുന്നത് അത് ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കാനും സാധിക്കും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അനുശ്രീ, കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് CPM തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അത് സംബന്ധിച്ച ധാരണയാകും. നാളെയും മറ്റന്നാൾ സംസ്ഥാന സമിതിയുണ്ട്. അതിൽ കാര്യമായ എതിർപ്പ് ഉയർന്നില്ലെങ്കിൽ സെക്രട്ടറി തീരുമാനം തന്നെ നടപ്പാക്കും. ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകും. അതിനപ്പുറത്തേക്ക് തീരുമാനത്തിലേക്ക് പോകാനിടയില്ല. പിണറായി വിജയൻ എതിർപ്പ് പറഞ്ഞാൽ മാത്രമേ മറ്റൊരു പേരെന്ന് പറയുമ്പോൾ സ്വാഭാവികം അധികം പേരുകൾ CPM മുൻപാകെ ഇല്ല. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനാണ് സാധ്യതയുള്ളത്. പിണറായി വിജയനെതിരെ ഒന്നുകിൽ ശക്തമായ വികാരം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി ഉയർന്നു വരണം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ താൻ ഈ പദവിയിലേക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കണം. ഈ രണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകും. ഘടകകക്ഷികളുടെ പാർട്ടി ചർച്ചകളിൽ പലരും പിണറായി വരരുത്, പുതിയ ആൾ നേതൃത്വത്തിലേക്ക് എത്തണമെന്ന് CPIയുടെ ചർച്ചയിലും അതുപോലെ തന്നെ പിണറായിക്കെതിരായ ജനവിധി കൂടിയാണ്, പിണറായിക്കെതിരായ നെഗറ്റീവ് വോട്ട് കൂടിയാണ് ഇത്ര വലിയ തോൽവിയിലേക്ക് CPMനെ കൊണ്ടുപോയതെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ അടക്കം ആഭ്യന്തര ചർച്ചകളിലും ഉയർന്നു വന്നു. പക്ഷേ ഈ പാർട്ടികളൊന്നും പിണറായിയെ പരസ്യമായി തള്ളിപ്പറ നിലപാടെടുക്കാൻ അവർക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM ആണ് അവരുടെ കക്ഷി നേതാവിനെ തീരുമാനിക്കേണ്ടത്. സ്വാഭാവിക പ്രതിപക്ഷ നേതാവിനെയും അവർ തന്നെ തീരുമാനിക്കും. ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ അത് സംബന്ധിച്ച ധാരണയുണ്ടാകും. നാളെ മറ്റന്നാൾ സംസ്ഥാന സമിതി, അതിനുശേഷം പ്രഖ്യാപനവും ഉണ്ടാകും. ഏതായാലും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്ന് തന്നെ ഉറപ്പിക്കാം. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ താമസം, ഇന്നലെ അദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. കന്റോൺമെന്റ് ഹൌസാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി. ഇനി പിണറായി പ്രതിപക്ഷ നേതാവായാലും അദ്ദേഹം ഇന്നലെ താമസം തുടങ്ങിയ വാടക വീട്ടിൽ തന്നെ താമസം തുടരും. കന്റോൺമെന്റ് ഹൌസ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക ഓഫീസായി പ്രവർത്തിക്കും. ആ തരത്തിലാണ് ഇപ്പോൾ ധാരണയും തീരുമാനവും ഉള്ളത്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും പിണറായിയെ പ്രതിപക്ഷ നേതാവുകളുടെ പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും. മറ്റൊരു കാര്യമുള്ളത് പ്രതിപക്ഷ ഉപനേതാവാണ്. ഉപനേതാവ് പദവി ആവശ്യപ്പെട്ട CPI രംഗത്തുണ്ട്. അവരുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ അതിശക്തമായ ആവശ്യമായി അത് ഉയർന്നു വന്നതാണ്. പിന്നീട് CPIയുടെ പല നേതാക്കളും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഉപനേതാവ് പദവി തങ്ങൾക്ക് നൽകണം. 8 MLAമാരാണ് CPIക്ക് ഉള്ളത്. ഇത്തവണ തങ്ങൾക്ക് ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ CPMന് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഒരു കാലത്തും ഈ ഉപനേതാവ് പദവി CPIക്ക് നൽകിയിരുന്നില്ല. മാത്രമല്ല ഉപനേതാവ് പദവി എന്നത് തികച്ചും സാങ്കേതികമായ ഒന്ന് മാത്രമാണ്. നിയമസഭയിലെ ചട്ടങ്ങളനുസരിച്ച് അല്ലെങ്കിൽ സംവിധാനങ്ങളനുസരിച്ചോ ഉപനേതാവ് എന്നൊരു പദവി ഇല്ല. പ്രതിപക്ഷ നേതാവ് മാത്രമാണ് പ്രതിപക്ഷം നൽകിയിട്ടുള്ള പദവി. 1996 G കാർത്തികേയൻ പ്രതിപക്ഷ ഉപനേതാവ്, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവ് അന്ന് K കരുണാകരൻ 96 G കാർത്തികേയനെ അന്നത്തെ സ്പീക്കറായ MG കുമാറാണ് ഉപനേതാവായി വിശേഷിപ്പിച്ചത്. പിന്നീട് അത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഭാഗമായി അത്തരം ഒരു പദവി ആ ഗ്രൂപ്പിന് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് അതൊരു ഉപനേതാവ് പദവിയിലേക്ക് മാറിയത്. 2011 VS മുഖ്യമന്ത്രിയാകുമ്പോൾ പ്രതിപക്ഷ നേതാവാകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവ് എന്ന പദവിയിൽ തുടർന്നു. അതിനുശേഷം ലീഗിന്റെ നേതാക്കന്മാർ ഉപനേതാവ് പദവി തുടർന്നു. പക്ഷേ ഉപനേതാവ് എന്നത് ഒരു സാങ്കേതികമായി മാത്രമുള്ള പദവിയാണ്. അതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകാൻ CPM തയ്യാറാകില്ല. ഉപനേതാവ് പദവി നൽകിയാൽ തന്നെ അത് CPMന്റെ നേതാക്കൾക്കായിരിക്കും. ഇപ്പോഴത്തെ സൂചനകളനുസരിച്ച് KN ബാലഗോപാൽ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായാൽ ഉപനേതാവായി KN ബാലഗോപാൽ വരും. CPIക്ക് പദവി നൽകേണ്ടെന്ന് CPMൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. പക്ഷേ CPI ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് നിൽക്കുന്നത്. തർക്കത്തിലേക്ക് പോകാൻ ഇടയുണ്ട്. എന്നെങ്കിലും വിട്ടുവീഴ്ച വേണ്ട നിലപാടിലാണ് CPM ഇപ്പോഴുള്ളത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യക്ഷമായി അല്ലെങ്കിലും പരോക്ഷമായി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം ആണെങ്കിലും CPI ആണെങ്കിലും ഒക്കെ പിണറായി വിജയനെതിരെ സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ KN ബാലഗോപാലിനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ.
പിണറായി വിജയനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നാൽ അത്തരം ചില നേതാക്കൾക്കെങ്കിലും പിണറായി വഴിമാറണമെന്ന ആഗ്രഹമുള്ളുണ്ട്. പക്ഷേ അവർ എത്രത്തോളം ശക്തമായി ആ നിലപാട് പിണറായിയുടെ സാന്നിധ്യത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സമിതിയിലുമൊക്കെ പറയാൻ ധൈര്യം കാണിക്കും എന്നതാണ് ഏറ്റവും സംശയകരമായ കാര്യം. പിണറായി വിജയൻ മാറണമെന്ന അഭിപ്രായമുള്ളവർ CPM-ലുമുണ്ട്. CPI-യുടെ നേതൃത്വങ്ങളുള്ള ചർച്ചകളിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ചർച്ചകളിലൊക്കെ അത് ഉയർന്നു വന്നു. CPM-ൽ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് ആരെങ്കിലും തയ്യാറാകുമോ എന്ന് കൂടി കണ്ടറിയണം. അതിനുള്ള സാധ്യത വിരളമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയനെ ആ ഒരു അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും CPM-ൽ ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിമർശനമോ അല്ലെങ്കിൽ പിണറായി മാറി നിൽക്കണമെന്ന് ശക്തമായി പറയാനുള്ള ധൈര്യമോ ഏതെങ്കിലും നേതാക്കൾ കാണിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ വന്നാൽ മാത്രം വിയോജിപ്പ് വന്നാൽ അദ്ദേഹം സ്വാഭാവികമായും പിണറായി മാറി നിൽക്കും. അത്തരം തർക്കത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ തർക്കം ഉണ്ടാകാനിടയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി തന്നെ മുന്നിനെ നയിക്കണമെന്ന അഭിപ്രായത്തിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ. ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനം, അതിലെ ചർച്ചയുടെ ഒരു പൊതു സ്വഭാവവും പിണറായി വിജയൻ മാത്രമല്ല തോൽവിയുടെ ഉത്തരവാദി, അത് പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ട് തന്നെ പിണറായി മാറി നിൽക്കണമെന്ന ആവശ്യം ഏതെങ്കിലും തലത്തിൽ നേതാക്കൾ ഉയർത്താൻ ഇടയില്ല. അങ്ങനെ ഏതെങ്കിലും അഭിപ്രായം ഉയർന്നു വരികയും അതൊരു വിവാദമായി മാറുകയും ചെയ്താൽ ഒരുപക്ഷെ പിണറായി മാറി നിന്നേക്കാം. അങ്ങനെ വന്നാൽ മാത്രമേ KN ബാലഗോപാലിന്റെ പേരിലേക്ക് CPM പോകാൻ ഇടയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് സാധ്യതകളനുസരിച്ച് പിണറായി എന്ന ഒറ്റപ്പേരിൽ തന്നെ ഒതുങ്ങാനാണ് സാധ്യത. കുറച്ചു കാലത്തേക്കും ഒരു 5 വർഷ ടൈമിലേക്ക് പിണറായി പൂർണ്ണമായും ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ ചുരുങ്ങിയൊരു ടൈമിലേക്കെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വരികയും അതിനുശേഷം KN ബാലഗോപാലിനെ പോലെ ആരെങ്കിലും ആ പദവിയിലേക്ക് എത്താനാണ് സാധ്യത. ശരി, VV അരുണാണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.